ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഗൂഗിൾ തീം ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഗൂഗിൾ തീമിലെ ഫ്രെയിം റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ മാർക്ക് ലിസ്റ്റ് ഫ്രെയിമാണ് ചെയ്തിരിക്കുന്നത്, ഗൂഗിൾ തീമും കൂടെ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടു നോക്കുക, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് പിൻട്രസ്റ്റ് എന്നുള്ള ആപ്പാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഗൂഗിൾ മോഡൽ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഫോട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ മോഡൽ, ഗൂഗിൾ ഫ്രെയിം മോഡലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ നമുക്ക് കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്തിട്ടെടുക്കുക. ഇനി പിൻട്രസ്റ്റ് ആപ്ലിക്കേഷൻ യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ പിക്സാർട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പിക്സാർട്ടിൽ പോയിട്ട് ഇതുപോലെ ഗൂഗിൾ തീം സ്റ്റിക്കേഴ്സിൽ പോയിട്ട് ഗൂഗിൾ തീം എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലും ഇതേപോലെ കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിലും ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഞാനിവിടെ ക്യാൻവ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ A4 ഫ്രെയിമാണ് സെലക്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിൽ A4 സൈസ് സെലക്ട് ചെയ്യുക. അപ്പോൾ A4 പേജ് വരും. അപ്പോൾ ആ ഒരു പേജിലേക്കായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ഗൂഗിൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചല്ലോ, അപ്പോൾ ആ ഒരു ഗൂഗിൾ ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്ന പോലത്തെ ആ ഒരു ഫോട്ടോ ആണ് വരും. ആ ഒരു ഷോപ്പിംഗ് ഇമേജ് വീഡിയോസ് എന്നുള്ള ആ ഒരു ഫോട്ടോ വരും. പിന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്തതിൽ അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു റൗണ്ട് ആ ഒരു സിമ്പിൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആ ഒരു വൈറ്റ് പോർഷൻ അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അതവിടെ എന്തോ ഒരു ബോറായിട്ട് തോന്നുക. അപ്പോൾ പിന്നെ അതിൽ ആ ഒരു സെർച്ച് എന്നുള്ള ഭാഗത്തായിട്ട് കൺഗ്രാജുലേഷൻസ് വേണം. അപ്പോൾ ഈ ഒരു കൺഗ്രാജുലേഷൻസ് ടെക്സ്റ്റിൽ പോയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ആ ഒരു സെർച്ച് ബാറിൻ്റെ അതവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇനി മാർക്ക് ലിസ്റ്റാണ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ലിസ്റ്റ് ഈ ഒരു ക്യാൻവയിലോട്ട് ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്ക് ലിസ്റ്റ് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് അതിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻസൊക്കെ ക്രോപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഫോട്ടോ ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫോട്ടോ വെച്ച് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ഫ്രെയിം, അതായത് എലമെൻസിൽ പോയിട്ട് ഫ്രെയിം സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് മോഡൽസ് ഫ്രെയിം കിട്ടും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ടൈപ്പ് ഫ്രെയിമാണ് ആഡ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ ഫോട്ടോ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്യാൻവയിലോട്ട് ഫോട്ടോ, അതായത് ആ ഒരു മാർക്ക് ലിസ്റ്റിൻ്റെ ആളുടെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ ഇതിൻ്റെ അകത്തേക്കായിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിനി ആഡ് ഫോട്ടോ കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഫോട്ടോ ക്യാമറയിൽ പോയിട്ട് ഫോട്ടോ ആഡ് ചെയ്യുക. ഫോട്ടോ ആഡ് ചെയ്തിട്ട് ഈ ഒരു ഫ്രെയിമിനകത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഫോട്ടോ ഇതുപോലെ ക്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് ഫേസൊക്കെ കാണുന്ന രീതിയിൽ തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആ ഒരു ഫ്രെയിമിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു ബ്ലൂ കളറിൽ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കളറിൽ പോയിട്ട് വേണ്ട കളറിൽ ആ ഒരു ഫ്രെയിമിൻ്റെ ഔട്ട്ലൈൻ്റെ കളർ നമുക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ക്യാൻവയിൽ ആ ഒരു മുകളിലത്തെ ആരോ മാർക്കിൽ പോയിട്ട് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഗാലറിയിലേക്ക് വരും. അപ്പോൾ സിമ്പിളായിട്ടുള്ള നമുക്ക് ഗൂഗിൾ മോഡൽ ഫോട്ടോ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മാർക്ക് ലിസ്റ്റ് ഫ്രെയിമാണ് ചെയ്തിരിക്കുന്നത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ബർത്ത്ഡേ ആനിവേഴ്സറി ഫ്രെയിമൊക്കെ ആണെങ്കിലും ഇതുപോലെ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഫോട്ടോ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്, A4 സൈസിലുള്ള ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നല്ലോണം ടിഷ്യൂ വെച്ചിട്ട് തുടക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ക്ലിയർ ആവാതെ വരും. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഫ്രെയിം ആണെങ്കിലും നല്ല ഡസ്റ്റ് ഉണ്ടായിരിക്കും അതിൻ്റെ മുകളിൽ. അപ്പോൾ ആ ഒരു ഗ്ലാസിൻ്റെ രണ്ട് സൈഡിലായിട്ട് ടിഷ്യൂ വെച്ചിട്ട് നല്ലോണം ക്ലീൻ ആക്കുക. എന്നിട്ട് മാത്രം ആ ഒരു ഫോട്ടോ അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇൻസുലേഷൻ, അതായത് ആ ഒരു ബ്രൗൺ കളറോ അല്ലെങ്കിൽ ബ്ലാക്കോ ഒട്ടിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.